സാധനമാണ് കേട്ടോ. ഇത് നോക്കിക്കോളണേ. കഴിച്ചപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോയിന്. സമയം ഇപ്പം 5:20 ചേട്ടാ. ഫുഡെന്ന് പറയണത് ദോശയുണ്ട്, പിന്നെ വെജിറ്റബിൾ ഉരുളക്കിഴങ്ങ് കറിയുണ്ട് കേട്ടോ, പിന്നെ ചായയുണ്ട്. അപ്പോൾ നേരെ കഴിക്കാം. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് രാവിലെ 7 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത്. ഷാഡോഫെക്സിൽ ഇൻസ്റ്റാമാർട്ടിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് അതാണ് ഓടാൻ പോകണം. സൊമാറ്റോ കുറച്ച് ദിവസത്തേക്ക് ഓടുന്നില്ല, ഇൻസെൻറ്റീവ് കുറവ്. പാർട്ട് ടൈം ആയിട്ട് പറഞ്ഞാൽ ഇൻസെൻറ്റീവ് ഇല്ലേ, കുറവാണ്. 218 രൂപ കൊടുത്തിരുന്നു, ഇപ്പം 49 രൂപ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സൊമാറ്റോ ഓണാക്കാം. അപ്പം നേരെ വീട്ടിലോട്ട്. രാവിലെ എന്നോട് ഒരു ആക്സിഡൻറ്റ് കേട്ടോ. ഒരു KSRTC ബസ്സും ഒരു ട്രാവലറും കൂടെ കേട്ടോ. ഫുള്ള് ഇടിച്ചായിട്ട് കേട്ടോ. ഒരു പ്രിയദർശിനി യാത്രയാണ് കേട്ടോ. എനിക്ക് ഈ വളവായോണ്ടേ പ്രശ്നമാണ്. ഓ ട്രാവലർ ഇടിച്ചേട്ടാ. അതെ ട്രാവൽ. ഇത് സാധാ ബസ്സാണ് കേട്ടോ, ഓർഡിനറി ബസ്സാണ്, ഫാസ്റ്റ് അല്ല, സാധാ മറ്റേ ഓർഡിനറി ബസ്സാണ്. ഏകദേശം സൂപ്പർ ഫാസ്റ്റ് അല്ല, സാധാ വണ്ടിയാണ്. കേശപ്പം എത്ര രൂപയ്ക്ക് എണ്ണ അടിക്കണമെന്ന് കാണിച്ചു തരാം. കേശപ്പം 265 രൂപ അടിക്കാം കേട്ടോ. എത്ര ഇട്ട് കിട്ടും നോക്കും. കേശപ്പം ഇന്നത്തെ വിലയെന്ന് പറയുന്നത് 115 രൂപ 49 പൈസയാണ് കേട്ടോ. ഡീസൽ 104 രൂപ 31 പൈസ. രണ്ട് സംതിങ് കിട്ടി കേട്ടോ. കേശപ്പം ഒരു കാര്യം കാണിച്ചു തരാമേ. ഇവിടെ ഒരു പൊണ്ണ കുഴി കേട്ടാ. ഇത് നോക്കിക്കോളണേ. ഇതുണ്ടോ, ഉറപ്പായിട്ടും കണ്ടോ, ഒരു ബൈക്ക് ഉറപ്പായിട്ട് രാത്രി വീഴും. ഒരു പ്രാവശ്യം ഞാൻ അവിടെ വീഴാൻ പോയതാണ്. റോഡ് പണി നടക്കണൊക്കെ നല്ലത് തന്നെ, ഇല്ലെന്ന് പറയില്ല. പക്ഷേ ആളുകളെ സേഫ്റ്റിയും കൂടെ നിലവിലുള്ള റോഡ് ക്ലിയർ ആക്കിയിരുന്നു. ഇത് ഫുള്ള് വെള്ളം കെട്ടിയിരിക്കുകയാണ്, അറിയാൻ പറ്റൂല. രാത്രി ഉറപ്പായിട്ടും അറിയാൻ പറ്റൂല, എടുത്ത് വീഴുമ്പോഴേ അറിയും. നടുവോടി ചിലപ്പോൾ വീണ് വല്ല പരിക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. അതെ ഇവിടെ ഫുള്ള്. ഞാൻ ഒരു ദിവസം വീഴാൻ പോയി കേട്ടോ, പൊത്തോനെ എടുത്താടി. അധികാരപ്പെട്ട ആളുകൾ അത് ചെയ്യാനുള്ളതാണ്. ഒന്നുമില്ലല്ലോ, ഈ കുറച്ച് ടാറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ റോഡ് പണി ചെയ്യണ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത് ചെയ്യാന്നേ ഉള്ളൂ. അതിനി കുഴിഞ്ഞ് താഴോട്ട് വരും കേട്ടോ. അറിയാൻ പറ്റൂല, വലിയ കുഴിയാണത്, നല്ല നീളമുണ്ട്.
ഗൈസ് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ ഇൻസ്റ്റമാർട്ടാണ് കേട്ടോ. ഇൻസ്റ്റമാർട്ട് വന്നിട്ടുണ്ട്. ദേശമൊക്കെ കെടുക്കാനുള്ള കുറവാണോ നേരെ വെച്ച് പിടിക്കാം. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പൊ ഞായറാഴ്ചയാണ്, തിരക്കൊന്നുമില്ല, വെച്ച് പിടിക്കാം. ഇതിലേ കയറിപ്പോം കേട്ടോ. ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയണത് 7:20 കേട്ടോ. അപ്പൊ 7:38. വേറെ കൂടെ എത്തിയപ്പോഴാണ് ഫസ്റ്റ് ഓവർ അടിച്ചത്. രാവിലെ ചറവറ ഓവർ കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഒരു 850 മീറ്ററും കൂടെ ഉള്ളൂ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓവർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 25 റൺ കിട്ടിയത്. അപ്പം നമുക്ക് വീട്ടിലെ അടുക്കളയിലെ ഒരു മേശ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വില ഒന്ന് ചോദിക്കണം കേട്ടോ. സാധനത്തിൻ്റെ നമ്മളെ കമ്പിയിലെ വില ഒന്ന് ചോദിച്ച് എല്ലാം റെഡി ആയതിനു ശേഷം വാങ്ങിക്കാം കേട്ടോ. ഇന്ന് മിക്കവാറും ഞാൻ അതിൻ്റെ വില ചോദിക്കും. ഇന്ന് പോണ വഴിക്ക് അതിൻ്റെ വില ചോദിച്ചിട്ടേ പോകും. ഏകദേശം രണ്ടാമത് ഓർഡർ എടുക്കാൻ വേണ്ടി വണ്ടി വന്നേ ഉള്ളൂ കേട്ടോ. ലോഡും കൊണ്ട് സീല് പൊട്ടിച്ചില്ല. ഏകദേശം 2-3 ഐറ്റംസ് ഉണ്ട് കേട്ടോ. നിർമ്മൽ റൈസ്, നിർമ്മലല്ലേ, ടിവിയോ വിൻസോർ മാൻസൺ എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 1 കിലോമീറ്റർ ഉള്ളൂ. നല്ല ലോഡുണ്ട് കേട്ടോ. ഒരു 5-6 കിലോ വരും. ഈ ഇൻസ്റ്റാമാർട്ടിൽ ഹെവി ഓർഡർ ഈ ഫ്ലാറ്റിലെ കൊണ്ടു കൊടുക്കുന്നതാണ് എനിക്ക് ശരിയാവാത്ത കേട്ടോ. വേറെ ഒന്നുമല്ല, എമൗണ്ട് കുറവായിരിക്കും, പിന്നെ അങ്ങ് ചുമന്നുകൊണ്ട് പോകണം കേട്ടോ. അതൊക്കെയാണ് കുഴപ്പം. വീടുകളിൽ കൊടുക്കണേ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ഫ്ലാറ്റിൽ കൊടുക്കണേ പ്രശ്നം. ഈ റാപ്പിഡോ ബൈക്ക് ടാക്സിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യണേ. നല്ലതാണോ അതെ മോശമാണോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇല്ലാതുള്ളൂ, വേറെ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാത്രമേ ഇല്ലാതുള്ളൂ. ബാംഗ്ലൂര്, പിന്നെ തമിഴ്നാട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ.
ബാംഗ്ലൂരിലും കണ്ട ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നു. റാപ്പിഡോയില് ബാക്കി ടാക്സിയിൽ ആള് വീണ് ഗുരുതരമായിട്ട് പരിക്കേറ്റത്. അത് സത്യം പറഞ്ഞാൽ കമ്പനി അത് ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് പിന്നെ മാതൃകാപരമായിട്ട് ചെയ്യണം. ഇത് കമ്പനി വിളിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല, പിന്നെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, അവരെ വിളിച്ചിട്ട് എടുക്കില്ല എന്നൊക്കെയാണ് പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. വിൻസോർ മാൻഷൻ അത് തന്നെ കേട്ടോ, ഈ ഫ്ലാറ്റാണ്. ഇന്നാള് എനിക്ക് അബദ്ധം പറ്റി, ഞാൻ അവിടുന്ന് കുറെ കറങ്ങി. ഗൈസ്, അപ്പോൾ 27 രൂപ സംതിങ് പൈസ ഇട്ടിരിക്കുക. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ് കേട്ടോ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു ബാഗ് നിറച്ച സാധനമുണ്ട് കേട്ടോ. ഒരു ബാഗ് മാത്രമല്ല, വീലുമുണ്ട്. കേസ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ക്യാമറ ചാർജ് ചെയ്യുന്നു കേട്ടോ. കസ്റ്റമറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാമാർട്ടിൽ തന്നെ കേട്ടോ. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 2:32 നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് പറയണത് പിന്നെ ഇതാണ് കഴിച്ചത് കേട്ടോ, ഉള്ളിവട. ഇപ്പോഴാണ് കഴിച്ചത്, 2:30-ക്കാണ് കഴിച്ചത്. സമയം കിട്ടിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും 2 ഉള്ളിവട കഴിക്കുക എത്ര സമയം തരുന്നല്ലേ. വിശദമായിട്ട് കഴിക്കണ്ടേ, വാരി വിഴുങ്ങാൻ പറ്റൂല. ഇപ്പോൾ കുറച്ചു മുമ്പേ കൊണ്ടുപോയ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ. 800 സംതിങ് രൂപ കിട്ടിയിട്ടുണ്ട്. മാർവാനിസിലായിരുന്നു. ഉള്ളി ഇവിടെ 24 രൂപ കേട്ടോ, 2 പക്ഷേ 12 രൂപയ്ക്കുള്ളത് ഇല്ല. നമ്മളവിടെ ഇതിനേക്കാളും വലുത് 10 രൂപ കിട്ടും. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ ഉള്ളി ഇവിടെ. ഒരു കടിക്കുള്ളൂ, കുഴപ്പമില്ല. തൽക്കാലം വിശപ്പട. വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കാം കേട്ടോ. വീട്ടിൽ എത്തുമ്പോൾ ഏകദേശം ഒരു 4-4:30 മണിയാവും. ഇപ്പോൾ 21. ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പാലാണ് കേട്ടോ. കേരള അത്യപൂരമാണ് കൊടുക്കാനുള്ളത്. അപ്പം നേരെ പരുത്തിപ്പാറ റൂട്ടാണ് കേട്ടോ. നേരെ വെച്ച് പിടിക്കണം, പരുത്തിപ്പാറ റൂട്ടാണ്. ലാസ്റ്റ് ഓവർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാര്യം ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജിക്സ് ബുക്ക് ചെയ്തല്ലേ പോണേ. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 61 രൂപ സംതിങ് പൈസ തന്നെ കിട്ടിയല്ലോ. നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 61 രൂപ 79 പൈസ കണ്ട് തന്നെ കിട്ടിയട്ടോ. നേരെ ഗൈസ്, നമുക്ക് ഇന്നലെ ടോട്ടൽ കിട്ടിയെന്ന് പറയുന്നത് 791 രൂപയാണ്. 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷാഡോ ഫിക്സിൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് പിന്നെ ഇൻസെൻറ്റീവ് കാര്യം നോക്കേ വേണ്ട. ഫുള്ള് ഈ 19 ഓർഡറും ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡറായിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരെണ്ണം പോലും ക്യാൻസൽ ആയിട്ടില്ല കേട്ടോ. നല്ല ലോഡ് ഉണ്ടായിരുന്നു. നല്ല 1-2 ഓർഡർ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഒരെണ്ണം കസ്റ്റമറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കസ്റ്റമർ സമയത്ത് വന്നില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നേരെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.